പൂർണ്ണമായി സംസ്ഥാനങ്ങളെ തകർത്തില്ല. കണ്ടില്ലേ? സാമ്പത്തിക ഫെഡറലിസം തകർത്തു. ആകെയുള്ള വരുമാനത്തിന്റെ വിതരണവുമായി ബന്ധപ്പെടുത്തിയ മേഖലയിൽ ഇപ്പോ 16-ാം ധനകാര്യ കമ്മീഷൻ വലിയ ചർച്ച നടക്കില്ലേ? കേരളം അതിന്റെ മുന്നിൽ നിൽക്കില്ലേ? ഏതെങ്കിലും സംസ്ഥാനത്തിന് നിൽക്കാൻ കഴിയുമോ? അതിന്റെ സ്വതന്ത്രമായ വരുമാനം ചെയ്യേണ്ടവല്ലേ? അവരവിടെ ചെയ്യുന്ന എന്താ? സംസ്ഥാനങ്ങൾക്ക് കുറയ്ക്കുക, കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? കോർപ്പറേറ്റുകൾക്ക് കൊടുത്ത് അതിന്റെ ഭാഗമായി സ്വന്തം വരുമാനം അടയുന്നതിന്റെ ഗ്യാപ്പ് നികത്തുകയാണ്. അപ്പോ എല്ലാം അങ്ങ് കൊടുത്തു. ലോകത്ത് എവിടെയെങ്കിലും ഇപ്പൊ അങ്ങനെ നടക്കുന്നുണ്ട്? ലോകത്ത് മുതലാളിത്തം കെട്ടിപ്പടുക്കുന്നുണ്ട്. പക്ഷെ ഇത്ര കൂടുതൽ, ഇത്ര വേഗത്തിൽ ലാഭമെടുക്കാൻ അത്യപൂർവം ചരിത്ര സന്ദർഭങ്ങളിലേ ലോക മുതലാളിത്തത്തിന് സാധിച്ചിട്ടുള്ളൂ. അതിലൊന്നിന്റെ ഇരയാണ് ഇന്നത്തെ ഇന്ത്യ. ഓരോ മനുഷ്യനും ദരിദ്രനാവുകയാണ്. അവന്റെ എല്ലാ സ്വപ്നങ്ങളും കരിഞ്ഞുണങ്ങുകയാണ്. അവന്റെ കുട്ടിക്കൊരു മികച്ച വിദ്യാഭ്യാസമില്ല, തൊഴിലില്ല. എങ്ങനെ നിൽക്കും? സമ്പദ്ഘടനയുടെ മേലെ നിയന്ത്രണം പോയില്ലേ? ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ഒരു മികച്ച സാമ്പത്തിക വളർച്ച ഉണ്ടാവണം. ഇന്ത്യയുടെ ഇക്കണോമിയുടെ വലിപ്പം വെച്ചുകൊണ്ട് പ്രഖ്യാപനം ഞങ്ങൾ 4-ാമത്തതാണ്, 3-ാമത്തതാവുന്നു എന്നാണ്. 12% GDP ഗ്രോത്ത് വേണം ഇന്ത്യക്ക്, വളർച്ച വേണം ഇന്ത്യക്ക് ഒരു മിതമായ തരത്തിൽ ജനങ്ങളെ സഹായിക്കാൻ. വളർച്ച ഉണ്ടെന്ന് പറയാം. ഈ ആനുകൂല്യം മുഴുവൻ മുതലാളിക്ക് നൽകി അതിന്റെ വരുമാനത്തിന്റെ സമ്പത്തിന്റെ ഏതാണ്ട് 25-30% കോർപ്പറേറ്റിന്റെ കയ്യിൽ എത്തിക്കുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? വളർച്ചാ നിരക്ക് 5.4%. GDP വളർച്ചാ നിരക്ക് താണുപോയി. 4% മുകളിലേക്ക് പണപ്പെരുപ്പ് നിരക്ക് കയറി. അപ്പൊ GDP വളർച്ച കുറയുക, പണപ്പെരുപ്പ് നിരക്ക് കൂടുക, രൂക്ഷമായ തൊഴിലില്ലായ്മ വരിക. സാമ്പത്തിക ശാസ്ത്രം അനുസരിച്ച് നോക്കിയാൽ അതിരൂക്ഷമായ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നിടത്ത് ധനഘടന, സാമൂഹ്യഘടന ക്ഷീണിക്കുകയാണ്. അതിൻ്റെ കൂടെ പണപ്പെരുപ്പും കൂടി വരുമ്പോൾ അത് മരണമടയുകയാണ്. ഒരു ഭാഗത്ത് ക്ഷീണിക്കുകയും മറുഭാഗത്ത് മരണമടയുകയും ചെയ്യുന്ന തരത്തിലേക്ക് സമ്പദ്ഘടന കൈകാര്യം ചെയ്യുന്നിടത്ത് പാവങ്ങളുടെ ജീവിതം എങ്ങനെയെങ്കിലും പുരോഗമിക്കും. അപ്പൊ ബഡ്ജറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും? ബഡ്ജറ്റ് വരുമ്പോ സാധാരണക്കാരനെ സഹായിക്കുന്ന ഭാഗം അങ്ങ് വെട്ടിപ്പോകും. ഇപ്പോ അധികാരത്തിലേക്ക് വന്ന മോദിയുടെ യൂണിയൻ ബഡ്ജറ്റ് നോക്കും നിങ്ങൾ. എന്താ ചെയ്തേ? വളരെ കൃത്യമായിട്ട് ഫെർട്ടിലൈസർ സബ്സിഡി 60,000 കോടി അങ്ങ് വെട്ടിക്കുറച്ചു. ആർക്കുള്ളതാ? ദരിദ്ര കൃഷിക്കാരനുള്ള. ഇന്ത്യയുടെ തെരുവിൽ കൃഷിക്കാരൻ തകർന്ന് തരിപ്പണമായി സമരം ചെയ്ത് പ്രതിരോധിക്കുന്നിടത്ത് അവനെ സഹായിക്കുന്നതിന് പകരം, അവൻ പറയുന്നത് കേൾക്കുന്നതിന് പകരം ഇവർ മനുഷ്യത്വഹീനമായി 60,000 കോടി വെട്ടിക്കുറയ്ക്കുമ്പോൾ ഇന്ത്യയുടെ കാർഷിക വളർച്ച എവിടെ പോയി നിൽക്കും? തട്ടിപ്പോയില്ലേ? പട്ടിണി കിടക്കുന്ന ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പണം വെട്ടിക്കുറച്ചാലോ? വിദ്യാഭ്യാസ മേഖലക്കുള്ള പണം വെട്ടിക്കുറത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അവിടെ ആരോഗ്യ മേഖലക്ക് വെട്ടിക്കുറക്കുന്നു. എംഎൻആർജി ഏറ്റവും വലിയ തൊഴിലുറപ്പ് പദ്ധതിയാണ്. 86,000 കോടി, അതിൽ നേരെ പകുതിയിലേറെ കഴിഞ്ഞ കാലഘട്ടത്തിന് വളരെ തുച്ഛമായ തുക. ഏതാണ്ട് 4 കൊല്ലം മുമ്പുള്ളതിന്റെ 4-1 ഇപ്പോ എംഎൻആർജിക്ക് നീക്കി വെക്കുന്നത്. ദാരിദ്ര്യത്തിന്റെ അളവ്, ദാരിദ്ര്യവൽക്കരണത്തിന്റെ അളവ്, ജീവിത തകർച്ചയുടെ അളവ്. ഇപ്പോ ലാൻഡ് റിഫോംസ് ഉണ്ടോ? ഭൂപരിഷ്കരണം ഉണ്ടോ? അതോ ഭൂബാങ്കുകൾ ഉണ്ടാക്കി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭൂമി പിടിച്ചു കൊടുക്കണോ? ഞാൻ ഇന്നലെ വരുമ്പോ എന്റെ കൂടെ യാത്ര ചെയ്ത ആള് പറഞ്ഞു, ധാരാവി എന്ന് നോക്ക, ധാരാവിയിൽ പറയേണ്ട കാര്യം സിനിമയിൽ പറഞ്ഞിട്ട് ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ധാരാവിയിൽ ഇപ്പൊ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. വീടൊക്കെ മാറ്റിപ്പടിയാ. ആരാ? അദാനിയാ. അദാനിന്റെ എക്സിക്യൂട്ടീവ് എന്റെ കൂടെ വരുമ്പോ എന്നോട് പറഞ്ഞു അങ്ങനെ മാറ്റി കൊടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, അദാനിക്ക് എന്താ ലാഭം? അദാനി അതിനകത്ത് ഉണ്ടാക്കാൻ പോകുന്ന ബിസിനസ് കോംപ്ലക്സുകളുണ്ട്, അതന്നെ ലാഭം. ഇപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ആരെ വിളിച്ചോണ്ടിരുന്നത്? അദാനിന്റെ ഒരു മഹാമനസ്കത. ഏറ്റവും പ്രൈം ലൊക്കേഷൻ ബോംബെയിലെ, അവിടെ ഉള്ള കെട്ടിടമൊക്കെ പൊളിച്ചു മാറ്റി പുതിയ ഉണ്ടാക്കുമ്പോൾ അതിന്റെ പകുതി പണം സർക്കാർ കൊടുക്കും.
കുറച്ച് അദാനി കൊടുക്കും. അതിന്റെ ഭാഗമായി അദാനിക്ക് കിട്ടുന്നതോ അതിന്റെ എല്ലാ നല്ല ഭാഗവും അദാനിക്കാണ്. അതാണ് കോർപ്പറേറ്റുകൾക്ക് രാജ്യം വീതിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നത്. നടക്കുകയാണ് പൂർണ്ണമായിട്ട്. കോർപ്പറേറ്റ് പിന്തുണയിലാണ് ഇവരിത് ചെയ്യുന്നത്. അവരുടെ ഹിന്ദുത്വ അജണ്ട റെസിപ്രോക്കലായി ഇപ്പുറത്തേക്ക് കോർപ്പറേറ്റിന്റെ ലാഭ താല്പര്യം, മറുഭാഗത്ത് അതിസാധാരണ മനുഷ്യന്റെ ജീവിതത്തിന്റെ പൂർണ്ണമായ തകർച്ച, പ്രതീക്ഷകളില്ലാത്ത, പ്രത്യാശകളില്ലാത്ത, ദാരിദ്ര്യത്തിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട കോടിക്കണക്കിന് മനുഷ്യർ സൃഷ്ടിക്കുക. അവിടെ അതിനെതിരായി വിരൽ ചൂണ്ടിയാൽ അമിതാധികാരത്തിന്റെ എല്ലാ കരുത്തും ഉപയോഗിക്കുക എന്നുള്ള നിലയിൽ ഇന്ത്യ തകർച്ചയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. ഇതിനെ ചോദ്യം ചെയ്യാനാവൂ എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ചെയ്യാനുള്ള സാധ്യതയെയാണ് തീവ്ര വർഗീയവൽക്കരണം കൊണ്ടും ജാതിവൽക്കരണം കൊണ്ടും ഇവർ തകർക്കുന്നത്. ഏതൊരാൾക്കും സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചൊക്കെ മിതമായ ഒരു അറിവില്ലാതെ ഒരു രാജ്യഭരണം നടത്താൻ കഴിയും. ഈ നടപ്പിലാക്കുന്ന നയങ്ങൾ എവിടുന്ന കടമെടുക്കുന്നത്? ഇത് പൂർണ്ണമായി കടമെടുക്കുന്നത് ആഗോളവൽക്കരണത്തിന്റെ ലോക മുതലാളിത്ത ആശയങ്ങളിൽ നിന്നാണ്. അത് നടപ്പിലാക്കവിടെ അതിന്റെ പ്രയോഗശാലയ്ക്ക് ഇന്ത്യയെ. അപ്പോ ജനവിരുദ്ധമായ ഒരു നയം, ഒരു പ്രത്യയശാസ്ത്രം, അതിന്റെ നടത്തിപ്പ്, മുതലാളിക്ക് കൊള്ളലാഭം, BJPക്ക് തീവ്ര ഹിന്ദുത്വം, അങ്ങനെ പോകുന്നു. മറുഭാഗത്തോ ആ നയം ഇങ്ങോട്ട് അതുപോലെ ഇങ്ങോട്ട് പറിച്ചു നടല്ലേ. എല്ലാ വിശദാംശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. ഇന്നത്തെ ലോകകർമ്മത്തിന്റെ പ്രത്യേകത എന്താ? ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ള നിലയിൽ, ഒരു സാമ്പത്തിക ആസൂത്രണ രീതി എന്നുള്ള നിലയിൽ മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ ഘടനാപരമായ പരാജയം നേരിടുന്ന ഒരു ചരിത്ര സന്ദർഭമാണിത്. സോവിയറ്റ് തകർച്ചയ്ക്ക് ശേഷം ഏകധ്രുവ ലോകമുണ്ടാക്കി നിയന്ത്രണരഹിതമായ ചൂഷണം അതിന്റെ എല്ലാ പൂർണ്ണതയിലും പ്രാവർത്തികമാക്കി മനുഷ്യാധ്വാനത്തിന്റെ നന്മകളെ മുഴുവൻ കോർപ്പറേറ്റ് മുതലാളിക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന തരത്തിൽ ലോകക്രമത്തിന്റെ പുനഃസംഘാടനമാണ് 1991 മുതൽ ആസൂത്രണം ചെയ്ത് പ്രാവർത്തികമാക്കിയത്. കമ്മ്യൂണിസ്റ്റുകളുടെ പ്രത്യേകത മുതലാളിത്തത്തിൽ സൂക്ഷ്മമായി നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. മുതലാളിത്തത്തിനുള്ളതിന്റെ പൊതു കുഴപ്പം എന്ന മുതലാളിത്തത്തിന്റെ ഏറ്റവും സവിശേഷമായ ഭാഗത്തെ തിരിച്ചറിഞ്ഞതാണ് മാർക്സിസത്തിന്റെ പ്രത്യേകത. എന്താ സംഭവിച്ചത്? ഒന്നൊന്നായി സാമ്പത്തിക പൊതുകുഴപ്പങ്ങളിലേക്ക് മുതലാളിത്തം പോയി. എല്ലാ മുതലാളിത്ത രാജ്യങ്ങളിലും അത് ഒരുപോലെ പ്രതിഫലിച്ചു. വലിയ സാമ്പത്തിക തകർച്ച അനുഭവിക്കേണ്ടി വരാത്ത ഏത് രാജ്യമാണുള്ളത്? അധ്വാനിക്കുന്ന മനുഷ്യർക്കാണ് അതിന്റെ നഷ്ടമുണ്ടായത്. അവന്റെ വരുമാനവും ചെറിയ സമ്പാദ്യവുമാണ് ഇല്ലാതായി പോയത്. അവന്റെ വീടിന്റെ മൂല്യമാണ് ഇല്ലാതായത്, അവന്റെ ഭൂമിയുടെ മൂല്യമാണ് ഇല്ലാതായത്, അവന്റെ തൊഴിലിന്റെ മൂല്യമാണ് ഇല്ലാതായത്. അനുഭവിച്ചത് മുഴുവൻ പാവപ്പെട്ടവർ. എല്ലാ സാമൂഹ്യ സുരക്ഷയിൽ നിന്നും പിന്മാറാൻ ഭരണകൂടത്തിന് സാധിച്ചു. സോവിയറ്റ് യൂണിയൻ നിലനിന്നപ്പോ ലോകത്തെ സോഷ്യൽ ഡെമോക്രസി രൂപപ്പെടുത്തിയല്ലോ. എന്താ സോഷ്യൽ ഡെമോക്രസി? ഇത് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കി കൊടുത്തു. തൊഴിലില്ലായ്മ വേതനം, തൊഴിൽ നഷ്ടപ്പെട്ടാൽ ആ സമയത്ത് ശമ്പളത്തിന്റെ നിശ്ചയ ശതമാനം, ഇൻഷുറൻസ് സംവിധാനങ്ങൾ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ സുരക്ഷ, ഇതൊക്കെ ഉറപ്പാക്കിയില്ലേ അന്നത്തെ സോഷ്യൽ ഡെമോക്രസി. ആ നിലയിൽ അത് രൂപപ്പെടുത്തിയല്ലോ. കമ്മ്യൂണിസം വളരാതിരിക്കാനാണ്. സോവിയറ്റ് യൂണിയൻ പോയപ്പോഴോ? സോവിയറ്റ് യൂണിയൻ പോയപ്പോൾ സോഷ്യൽ ഡെമോക്രസി ഉണ്ട്. ഇപ്പോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളുണ്ടോ? ആ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികൾക്ക് സോഷ്യൽ ഡെമോക്രസി മുന്നിൽ വെച്ചിരുന്ന സാമൂഹ്യ സുരക്ഷയുടെ ഭാഗം മായ്ച്ചു കളഞ്ഞ രാഷ്ട്രീയ പാർട്ടികളായിട്ട് അത് പരിണാമം ചെയ്തു. അപ്പോ വലിയ തോതിൽ പാവങ്ങളുടെ അവകാശങ്ങളുടെ നിഷേധം നടന്നു. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ വികസിത മുതലാളിത്ത രാജ്യങ്ങളുടെ സമ്പദ്ഘടന വലിയ തകർച്ചയിലേക്ക് പോകുന്നു. ഇപ്പൊ US തന്നെ 2.2% 2.7% GDP വളർച്ച. അതിൻ്റെ ഇടയിൽ തന്നെ വലിയ സാമ്പത്തിക തകർച്ചകൾ, കുഴപ്പങ്ങൾ അനുഭവിച്ചില്ലേ? അവിടുന്നല്ലേ തുടങ്ങിയത്? അവിടെയല്ലേ ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും ആദ്യം തകർന്നു പോണത്, വലിയ പ്രതിസന്ധിക്ക് പോയത്. എല്ലാ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോണ്ട. പക്ഷെ നോക്കൂ, ഇപ്പൊ വല്ല പുരോഗതിയില്ല.
യൂറോപ്പിലേക്ക് മുഴുവൻ നോക്കിയാൽ ഓരോ യൂറോപ്യൻ രാജ്യങ്ങളും അതിരൂക്ഷമായ പ്രശ്നങ്ങൾ നേരിടുക. രൂക്ഷമായ തൊഴിലില്ലായ്മ, സാമ്പത്തിക വളർച്ച മുരടിച്ചു നിൽക്കുന്നു. ബ്രിട്ടൻ എത്ര വലിയ തൊഴിലില്ലായ്മ. ശമ്പളം കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ശമ്പള വർധന ആവശ്യപ്പെട്ടവർക്ക് 10 കൊല്ലം ഉള്ളത്, 12 കൊല്ലം ഉള്ളത് ആ ജീവിത നിലവാര സൂചികയ്ക്കനുസരിച്ച് തരാമെന്നാണ് പറയുന്നത്. അവർ കൂട്ടിവെക്കേണ്ട ആൾക്കാർ. വർധനമൊന്നും ഇന്നത്തെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഒരു 10 കൊല്ലം മുമ്പുള്ള ശമ്പളത്തിന്റെ തുല്യമായ ശമ്പളമാണ് ഇപ്പോ തൊഴിലാളിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വന്ന വിലക്കയറ്റം, അതിൻ്റെ ഇടയിൽ ഉണ്ടായ മറ്റ് പ്രയാസം, ഇതൊക്കെ എങ്ങനെ തൊഴിലാളി അഭിമുഖീകരിക്കാം? ഇതാണ് യൂറോപ്പിലെ പൊതുസ്ഥിതി. ഇതാണ് ഇംഗ്ലണ്ടില്, ഇതാണ് ഫ്രാൻസില്, ഇതാണ് ജർമ്മനിയില്. വികസിത മുതലാളിത്ത രാജ്യങ്ങൾ മുഴുവൻ ഈ പ്രതിസന്ധിയിലാണ് മുതലാളിത്തം. വലിയ തൊഴിലില്ലായ്മയാണ്, വലിയ സാമ്പത്തിക കുഴപ്പങ്ങളാണ്. തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും സാമ്പത്തിക കുഴപ്പങ്ങളും ദാരിദ്ര്യവൽക്കരണവും നടക്കുകയാണ്. മുതലാളിമാർക്ക് ബുദ്ധിമുട്ടായിട്ടില്ല, കോർപ്പറേറ്റിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല.